പൊതുപരീക്ഷകൾ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമ്മുടെ കേരളത്തിലെ മിക്ക വീടുകളിലും രാത്രി വൈകുവോളം പാഠപുസ്തകങ്ങൾ തുറന്നു കിടക്കുകയും ലൈറ്റുകൾ തെളിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയുമാണ്. പരീക്ഷകൾ കുട്ടികളുടെ മാത്രമല്ല, പേരൻസ് നേരിടുന്ന ഒരു മൗന പരീക്ഷ കൂടിയാണ്. നിങ്ങൾക്കറിയാം, ഉത്തരക്കടലാസിൽ രേഖപ്പെടുത്തുന്നത് മാർക്കുകളാണെങ്കിലും അവരുടെ ആത്മവിശ്വാസം എഴുതപ്പെടുന്നത് വീടുകളിൽ വെച്ചാണ്. നമ്മുടെ കുട്ടികളോടൊപ്പം നിശബ്ദമായി ഒരാശങ്ക കൂട്ടിരിക്കുന്നുണ്ട് എന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് പേരൻസ് തന്നെയാണ്. ഈ സമയത്ത് അവർക്ക് ഏറ്റവും അധികം ആവശ്യം നമ്മുടെ സാന്നിധ്യവും പിന്തുണയുമാണ്, സമ്മർദ്ദമല്ല. കുട്ടികളെ സംബന്ധിച്ച് പരീക്ഷയെക്കുറിച്ച് ഭയം ഇതിനകം തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ വീട്ടിൽ മറ്റൊരു പരീക്ഷകനെ അവർക്ക് ആവശ്യമില്ല. ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ, എന്തുവരെ പഠിച്ചു എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാതിരിക്കുകയാണ് വേണ്ടത്. അയൽപക്കത്തെയോ ബന്ധുവീടുകളിലെയോ അല്ലെങ്കിൽ ക്ലാസ്സിൽ തന്നെ മറ്റു കുട്ടികളുമായി അവരെ താരതമ്യപ്പെടുത്തുന്നത് റീഅഷ്യൂറൻസ് അവർക്ക് നൽകുന്നതിന് പകരം സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. ഡു യുവർ ബെസ്റ്റ്, മാർക്സ് ഡോണ്ട് ഡിഫൈൻ യുവർ വർത്ത് എന്ന് അവരോട് റീഅഷ്യൂർ ചെയ്ത് പറയുന്നത് കൊണ്ട് അവരുടെ ഭയമാണ് കുറയുന്നത്, മാർക്കുകൾ കുറയുകയില്ല എന്ന് പേരൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കണം. പൊതുവിലും പ്രത്യേകിച്ച് പരീക്ഷാകാലത്തും കുട്ടികളുടെ മെമ്മറി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഇൻ്റലിജൻസിനെയല്ല, നേരെ മറിച്ച് അവർ എത്രമാത്രം ഇമോഷണലി സേഫായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് എന്നതിൻ്റെ പുറത്താണ്. കുട്ടികളുടെ മുമ്പാകെ കലഹങ്ങൾ ഉണ്ടാക്കുക, സാമ്പത്തിക പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യുക, അതുമല്ലെങ്കിൽ അവർക്ക് പേഴ്സണലി സ്ട്രെസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ എപ്പോഴും ഒഴിവാക്കേണ്ടതാണ്. ഏറ്റവും ശാന്തമായൊരു കുടുംബാന്തരീക്ഷം ഒരുക്കി കൊടുക്കലാണ് ഒരു പരീക്ഷാക്കാലത്ത് പേരൻസിന് കുട്ടികൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാഥമികമായ നല്ല കാര്യം. എപ്പോഴും ഓർമ്മിക്കുക, സമാധാനപരമായ ഒരു മനസ്സാണ് സമ്മർദ്ദമേറിയ ഒരു മനസ്സിനേക്കാൾ കൂടുതൽ ഓർമ്മയോടുകൂടി പഠിച്ച കാര്യങ്ങൾ ഓർത്തുവെക്കാൻ അവർ സഹായിക്കുന്നത്. മാനസികാരോഗ്യം പോലെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ശാരീരികാരോഗ്യം. പരീക്ഷാക്കാലത്ത് രക്ഷിതാക്കൾ കുട്ടികളുടെ പോഷകാഹാര വിദഗ്ധരും സ്ലീപ്പ് മാനേജേഴ്സും ഇമോഷണൽ ഹീലേഴ്സുമായി മാറണം. കുട്ടികൾക്ക് മതിയായ രീതിയിൽ ഉറക്കം ലഭിക്കുന്നുണ്ട് എന്ന്, ഏറ്റവും ചുരുങ്ങിയത് 8 മണിക്കൂർ നേരമെങ്കിലും അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ലഘുവും പോഷകാഹാര സമൃദ്ധവുമായ ആഹാരമാണ് അവർക്ക് നൽകേണ്ടത്. പഠനത്തിൻ്റെ നീണ്ട ഇടവേളകൾക്കിടയിൽ ചെറിയ ബ്രേക്ക് എടുക്കാനും ഫിസിക്കലി ആക്റ്റീവ് ആവാനും അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. പലപ്പോഴും പേരൻസിൽ നിന്ന് കുട്ടികൾ പ്രതീക്ഷിക്കുന്നത് ഉപദേശങ്ങളല്ല. They need someone who listens without judgment. Allow them to express their fear. Validate their feelings without dismissing them. And be approachable even when they are making mistakes. എപ്പോഴും ഓർക്കുക, കുട്ടികളെ നന്നായി കേൾക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമേ നല്ല ആത്മവിശ്വാസമുള്ള കുഞ്ഞുങ്ങളെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. പരീക്ഷ കഴിഞ്ഞുള്ള പെരുമാറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു കുട്ടിയോട് മാതാപിതാക്കൾ നടത്തുന്ന പ്രതികരണം അവർ വർഷങ്ങളോളം ഓർമ്മയിൽ സൂക്ഷിക്കും. പരീക്ഷ കഴിഞ്ഞ് വന്ന ഉടനെ ചോദ്യം ചെയ്യലല്ല നടക്കേണ്ടത്. ഉത്തരക്കടലാസിൽ അവർ എഴുതി വച്ചതിൻ്റെ ശരിതെറ്റുകൾ വിലയിരുത്താനുള്ള സമയവുമല്ലാതെ അവർക്ക് വിശ്രമിക്കാൻ സമയം നൽകുക. അല്പം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പരീക്ഷ എങ്ങനെ എഴുതി, എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ആർ യു ഓക്കെ നൗ എന്നൊരു ചോദ്യമാണ് അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഒരു ദിവസം ഈ പരീക്ഷകൾ അവസാനിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ അവർക്ക് പകർന്നു നൽകുന്ന ആത്മവിശ്വാസം ജീവിതകാലം മുഴുവൻ അവരുടെ കൂടെയുണ്ടാവും. കുട്ടികൾ ഫോർമുലകളും തീയതികളും ഡയഗ്രമുകളും ഒക്കെ മറക്കും. പക്ഷേ ആശങ്ക നിറഞ്ഞ ഒരു സന്നിഗ്ധ പരീക്ഷാ കാലഘട്ടത്തിൽ തങ്ങളുടെ പേരൻസിനോടൊപ്പം എത്രമാത്രം സുരക്ഷിതരായി അവർ ജീവിച്ചു എന്നുള്ളത് അവർ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് ഈ പരീക്ഷാകാലത്ത് അവർക്ക് പിന്തുണ നൽകുക. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യം പെർഫെക്റ്റ് പേരൻസിനെയല്ല, പീസ്ഫുൾ പേരൻസിനെയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ഈ പരീക്ഷാകാലം ഓർത്തെടുക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി എന്താണ് ഓർക്കേണ്ടത്? അവരനുഭവിച്ച സമ്മർദ്ദമോ അതോ നിങ്ങളവർക്ക് നൽകിയ സ്നേഹവും പിന്തുണയുമോ?